റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്തായിട്ട് നമ്മൾ അന്നദാനത്തിനാണ് പോകുന്നത്. ഞാൻ എപ്പോഴും ചോറ് സാമ്പാറും ഇവിടുന്ന് കൂടുതലും കഴിക്കുന്നത്. രസവും മോരും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നട അടയ്ക്കും. 3:30 ആകുമ്പോഴേ നട തുറക്കത്തുള്ളൂ. അങ്ങനെ റൂമിലൊക്കെ പോയിട്ട് 3:30 ആയപ്പോൾ നമ്മൾ ദർശനത്തിന് വന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഇതുവരെ ഇല്ലാത്ത പോലത്തെ തിരക്കായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് നെയ്വിളക്ക് വെക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം ക്യൂവിൽ നിന്നപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ സ്പേസിൽ ഇവർ കുറേ കോയിൻസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ചെറിയ മഞ്ഞും വെയിലും ഒക്കെ കാരണം ഭയങ്കര ഭംഗിയായിരുന്നു അമ്പലം കാണാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ ദീപാരാധനയ്ക്കാണ് വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഇനി കാണാൻ പോകുന്നത് ദേവിയുടെ ദർശനമാണ്. 3 പ്രാവശ്യം 3 രീതിയിലാണ് ദർശനം നടത്തുന്നത്. അതിലേറ്റവും അവസാനത്തെ ആ ഗോൾഡൻ ആയിട്ടുള്ള തേരിൽ വരുന്ന വളരെ റെയറായിട്ടേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും വുഡൻ തേരിലാണ് വരുന്നത്.